മണി ബോക്സ് ബി ഫിനാൻഷ്യലി ഡിസിപ്ലിൻ. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കേസ് സ്റ്റഡി ആണ്. ധാരാളം പേർ വർഷങ്ങളായിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, നല്ല കുറച്ച് കമ്പനിയുടെ അല്ലെങ്കിൽ നല്ല കുറച്ച് സ്റ്റോക്സിന്റെ പേര് പറയൂ, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്ന്. പക്ഷെ പലപ്പോഴും ഇതൊരു വലിയ ചലഞ്ചാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പലർക്കും അറിയാം, ഏതാണ്ട് 3000-ലധികം ലിസ്റ്റഡ് കമ്പനീസ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 1500-നും 2000-നും ഇടയ്ക്ക് ആക്റ്റീവ്ലി ട്രേഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്സ് അവൈലബിൾ ആണ്. ഇതിൽ നിന്നും 10 കമ്പനികളുടെ പേര് ലോങ് ടേമിലേക്കൊക്കെ നിർദ്ദേശിക്കാൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു ചലഞ്ച് തന്നെയാണ്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഹൈ ഗ്രോത്ത് ഉള്ള ഏതെങ്കിലും 10 ബ്ലൂ ചിപ്പ് സ്റ്റോക്സിന്റെ പേര് പറഞ്ഞാൽ ഇതൊക്കെ മൾട്ടി ബാഗേഴ്സ് ആണോ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കും. ഇനി 10 മിഡ് ക്യാപ് സ്റ്റോക്സിന്റെ പേര് പറഞ്ഞാൽ തിരിച്ചു ചോദിക്കും, അല്ല സ്മോൾ ക്യാപ്സിനല്ലേ കൂടുതൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളത്, അല്ലെങ്കിൽ ഒരു ക്വിക്ക് അപ്രീസിയേഷൻ ഒക്കെ വരാനായിട്ട് സ്മോൾ ക്യാപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലേ എന്ന് വീണ്ടും തിരിച്ചു ചോദിക്കും. മാർക്കറ്റിനെ കുറിച്ചോ സ്റ്റോക്സിനെ കുറിച്ചോ ഒരു ബേസിക് അനാലിസിസ് പോലും അറിയാൻ പാടില്ലാത്തവരാണ് ഇവർ പലരും. സോ അതിനൊക്കെ ഒരു മറുപടി എന്നോണമാണ് ഈ ഒരു കേസ് സ്റ്റഡി. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള പേരാണ് അല്ലെ. എന്താണ് ഈ കമ്പനി? ഹിന്ദുസ്ഥാൻ യൂണിലിവർ ബ്രിട്ടീഷ് FMCG ജയന്റ് ആയ മൾട്ടിനാഷണൽ കോൺഗ്ലോമറേറ്റ് ആയ യൂണിലിവർ PLCയുടെ സബ്സിഡറിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. നമുക്ക് ആദ്യം യൂണിലിവറിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം. 1929 ലണ്ടനിൽ സ്ഥാപിതമായി. യൂണിലിവറിന് 3 പ്രധാനപ്പെട്ട ബിസിനസ് ഡിവിഷൻസ് ആണ് ഉള്ളത്. ഫുഡ് ആൻഡ് റിഫ്രഷ്മെന്റ്സ്, ഹോം കെയർ, അതുപോലെ ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ. ഏതാണ്ട് 400-ലധികം ഗ്ലോബൽ ബ്രാൻഡ്സ് ഓൺ ചെയ്യുന്നു. യൂണിലിവറിന്റെ പ്രോഡക്ട്സ് ഏതാണ്ട് 190 രാജ്യങ്ങളിൽ അവൈലബിൾ ആണ്. ലോകത്താകമാനം ഏതാണ്ട് 250 കോടി ജനങ്ങൾ യൂണിലിവറിന്റെ പ്രോഡക്ട്സ് ഡെയിലി യൂസ് ചെയ്യുന്നു. യൂണിലിവറിന്റെ 81% പ്രൊഡക്റ്റ് ബ്രാൻഡുകളും അതിന്റേതായ കാറ്റഗറിയിൽ ലോകത്ത് തന്നെ 1ഉം 2ഉം സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. അതിനർത്ഥം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല. കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് അവർക്കുണ്ട് എന്നാണ് അല്ലെ. 2020 ഗ്ലോബൽ ടേൺ ഓവർ 51 ബില്യൺ യൂറോസ് ആണ്. ഏതാണ്ട് 4.5 ലക്ഷം കോടി. ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ജോലിക്കാർ അല്ലെങ്കിൽ എംപ്ലോയീസ് ഈ ഒരു കുടക്കീഴിൽ ജോലി ചെയ്യുന്നു. യൂണിലിവറിന്റെ സ്റ്റോക്സ് മെയിൻലി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു സെക്കൻഡറി ലിസ്റ്റിംഗ് ആയിട്ട് യൂറോനെക്സ്റ്റിലും അവൈലബിൾ ആണ്. യൂറോനെക്സ്റ്റ് എന്നാൽ ഒരു യൂറോപ്യൻ ബോർഡ്സ് ആണ്. ആംസ്റ്റർഡാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. അതുപോലെ തന്നെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇതിന്റെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. യൂണിലിവറിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവറിലേക്ക് അഥവാ യൂണിലിവർ PLCയുടെ ഇന്ത്യൻ സബ്സിഡിയറിയിലേക്ക് പോകാം. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ചരിത്രം 1931 മുതൽ തുടങ്ങുന്നു. ഹിന്ദുസ്ഥാൻ വനസ്പതി മാനുഫാക്ചറിംഗ് എന്നായിരുന്നു ആദ്യത്തെ പേര്. മറ്റ് പല ചെറുകിട ബിസിനസ് യൂണിറ്റുകളും പ്രൊഡക്ട്സുമായി മെർജ് ചെയ്ത് ഏതാണ്ട് 1956 ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പുനർനാമകരണം ചെയ്തു. അത് പിന്നീട് 2007 ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നുമായി പേര് മാറി. ഇതാണ് HULന്റെ ഒരു ഷോർട്ട് ഹിസ്റ്ററി. HULന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഏതാണ്ട് 21,000-ലധികം എംപ്ലോയീസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഏതാണ്ട് 61.9% ഓഹരികളും ഹോൾഡ് ചെയ്യുന്നത് ഇതിന്റെ പേരന്റ് കമ്പനിയായ യൂണിലിവർ PLC ആണ്. അഥവാ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഏതാണ്ട് 62%. HULന്റെ ഓഹരികൾ ഇന്ത്യയിൽ BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസെക്സിലും നിഫ്റ്റിയിലും ഈ ഒരു സ്റ്റോക്ക് കോൺസ്റ്റിറ്റ്യൂവന്റുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് FMCG ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇതിന്റെ കറന്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏതാണ്ട് 5.25 ലക്ഷം കോടിയുമാണ്. അതുപോലെ HUL 2020 ഒരു മേജർ അക്വിസിഷൻ പൂർത്തിയാക്കി. GSK കൺസ്യൂമർ ഹെൽത്ത് കെയർ അഥവാ ഗ്ലാക്സോ സ്മിത്ത്ക്ലൈൻ കൺസ്യൂമർ ഹെൽത്ത് കെയറിന്റെ ഇന്ത്യ ബിസിനസ് അപ്പാടെ അവർ ഏറ്റെടുത്തു. ഏതാണ്ട് $3.9 ബില്യൺ ആയിരുന്നു ആ ഒരു ഡീൽ. ഏതാണ്ട് 28,000 കോടി ഇന്ത്യൻ റുപ്പീസ്. ഇതൊരു ഓൾ ഇക്വിറ്റി മെർജർ ഡീലായിരുന്നു. അതുപോലെ തന്നെ GSKയുടെ ഏതാണ്ട് 3000 എംപ്ലോയീസിനെയും അവർ ഏറ്റെടുക്കുകയുണ്ടായി. ഹോർലിക്സ് ആൻഡ് ബൂസ്റ്റ് ഈ 2 പ്രോഡക്റ്റ് ആണ് GSKയുടെ
അണ്ടറിൽ വരുന്ന മേജർ പ്രോഡക്ട്സ്. മറ്റ് മേജർ പ്രോഡക്ട്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഏതാണ്ട് 44ഓളം ബ്രാൻഡുകളുണ്ട്. നമ്മളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന സർഫ് എക്സൽ, സൺലൈറ്റ്, റിൻ, വീൽ, സൺലൈറ്റ്, വിം, ലൈഫ് ബോയ്, ലെക്സ്, അതുപോലെ തന്നെ പേഴ്സണൽ കെയർ ആയിട്ടുള്ള ഡൗ, സൺലൈറ്റ്, ക്ലിനിക് പ്ലസ്, അതുപോലെ തന്നെ ബിവറേജസ് ആയിട്ടുള്ള ബ്രൂക്ക് ബോണ്ട്, ബ്രൂ, ലിപ്ടൺ, ആ നിര നീളുന്നു. ഇതിൽ ഏത് പ്രോഡക്ട്സ് ആണ് നമ്മളൊക്കെ ഡെയിലി യൂസ് ചെയ്യാത്തത്? നമുക്കിനി ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഫിനാൻഷ്യൽസ് ഒന്ന് നോക്കാം. 2020 മാർച്ച് 31 എൻഡ് ചെയ്ത സാമ്പത്തിക വർഷത്തിലെ ടോപ്പ് ലൈൻ അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്നത് 39,783 കോടി രൂപയാണ്. അതുപോലെ ബോട്ടം ലൈൻ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6,756 കോടിയുമാണ്. 2019 കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ള ഗ്രോത്ത് ഏതാണ്ട് 11.6% ആണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ കഴിഞ്ഞ 9 മാസത്തെ പ്രവർത്തന ഫലം നോക്കിയാൽ ടോപ്പ് ലൈൻ ഗ്രോത്ത് ഏതാണ്ട് 13%, അതുപോലെ തന്നെ ബോട്ടം ലൈൻ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ഏതാണ്ട് 11%. ഇനി ഫിനാൻഷ്യൽ റേഷ്യോസ്, എബിറ്റ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്നത് 25%, അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 17%, ROC അഥവാ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇതൊരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ്. ഒരു കമ്പനി മുടക്കുന്ന ആ ഒരു ക്യാപിറ്റൽ, ടോട്ടൽ ക്യാപിറ്റലിൽ നിന്ന് എത്രമാത്രം ഏണിങ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ആ കമ്പനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 128.5% കഴിഞ്ഞ വർഷത്തെ ROC റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഈ ഡേറ്റാസ് എല്ലാം എടുത്തിരിക്കുന്നത് HULന്റെ ആനുവൽ റിപ്പോർട്ടിൽ നിന്നാണ്. വളരെ ഹൈ ROC ആണ്. ബുക്ക് വാല്യൂ പെർ ഷെയർ ആണ്ട് 200 രൂപയാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ വളരെ ഹൈ ആണ്. ഒരു വാല്യുവേഷൻ നോക്കുമ്പോൾ അത് അത്ര അട്രാക്റ്റീവ് അല്ല. അതിന് വ്യക്തമായിട്ടുള്ള കാരണവുമുണ്ട്. ഇത് മറ്റൊന്നുമല്ല, ഡിവിഡൻഡ് പേ ഔട്ട് വളരെ ഹൈ ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 80% ആണ്. അഥവാ HUL ഒരു വർഷം ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ 80% അവർ തങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന് ആയിട്ട് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടാവും ഒരുപക്ഷെ. കാരണം ഇതിന്റെ പേരന്റ് കമ്പനി 62% അടുത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാവാം ഇത്രയും ഒരു വലിയ ഹൈ ഡിവിഡൻഡ് പേ ഔട്ട് വന്നിരിക്കുന്നത്. പൊതുവെ എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസിന്റെയും ഡിവിഡൻഡ് പേ ഔട്ട് വളരെ ഹൈ ആയിരിക്കും. സോ ഇങ്ങനെ എല്ലാ വർഷവും ജനറേറ്റ് ചെയ്യുന്ന ഏർണിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ റിസർവ്സ് കുറവാണ്, അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് കുറവാണ്. അതുകൊണ്ടാണ് ബുക്ക് വാല്യൂ കുറയുന്നതും പ്രൈസ് ടു ബുക്ക് വാല്യൂ വളരെ ഹൈ ആയിട്ട് കാണുന്നതും. എന്നാൽ ഡിവിഡൻഡ് പേ ഔട്ട് വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ ഒരു നല്ല ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി കമ്പനിയാണെന്ന് നമുക്ക് വിലയിരുത്താം. അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഒരു ടോട്ടലി ഡെറ്റ് ഫ്രീ കമ്പനിയാണ്, കടം ഇല്ല. ഇനി നമുക്ക് HUL എന്ന കമ്പനി എത്രമാത്രം ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. ഈ ഒരു സെഗ്മെന്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കീ ആയിട്ടുള്ള പാർട്ട് ഇതാണ്. ഇത് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ ഹിസ്റ്ററിയും അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽസും അല്ലെങ്കിൽ ഗ്രോത്ത് പൊട്ടൻഷ്യലും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്തത്. നമുക്ക് ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ 16 വർഷത്തെ അഥവാ 2005 ഏപ്രിൽ തൊട്ടുള്ള HULന്റെ ഷെയർ പ്രൈസിലുള്ള മൂവ്മെന്റ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ഏപ്രിൽ 2005 ഏതാണ്ട് 132 രൂപയായിരുന്നു HULന്റെ ഷെയർ പ്രൈസ്. ഇന്ന് മാർച്ച് 2021 ഏതാണ്ട് 2250 ലെവൽസ് നിൽക്കുന്നു. ഈ 16 വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവലൈസ്ഡ് റിട്ടേൺ എബോവ് 19% ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് 10 ഇയേഴ്സ് അതായത് 2011 മുതൽ ഇന്ന് വരെയുള്ള റിട്ടേൺ ഏതാണ്ട് 23.57% ആണ്. 2011 ഏപ്രിൽ കാലഘട്ടത്തിൽ ഏതാണ്ട് 270 രൂപയായിരുന്നു. ഇന്ന് വരെയുള്ള റിട്ടേൺ ആണ് 23.57%. അതുപോലെ തന്നെ ലാസ്റ്റ് 5 ഇയേഴ്സ് റിട്ടേൺ നമുക്കൊന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ 5 വർഷം മുന്നേ 2014 870-75 ലെവൽസിലാണ് നിന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഇതുവരെയുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ഏതാണ്ട് 21%. വീണ്ടും പറയുന്നു, ഇതെല്ലാം കോമ്പൗണ്ടഡ് ആനുവലൈസ്ഡ് റിട്ടേൺ ആണ്. നമുക്ക് ഇതിൽ കൂടുതൽ എന്ത് റിട്ടേൺ ആണ് വേണ്ടത് അല്ലേ? എവർഗ്രീൻ ആയിട്ടുള്ള ഒരു സെക്ടർ FMCG, ഇത്രയും ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ഹ്യൂജ് കമ്പനി ഏതാണ്ട് 20% കോമ്പൗണ്ടഡ് ആനുവലൈസ്ഡ് റിട്ടേൺ നൽകുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3.5 വർഷം കൂടുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എവറി 3.5 ഇയേഴ്സ് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം.
അതുപോലെ ഹ്യൂജ് ഡിവിഡൻഡ് പേ ഔട്ട് ഉള്ള കമ്പനിയാണെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു. ഈ ഡിവിഡൻഡ് പേ ഔട്ട് ഒന്നും, ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് ആനുവൽ ഈൽഡ് 1.25% ആണ്. ഈ ഡിവിഡൻഡ് ഈൽഡ് ഒന്നും ഈ ഒരു പെർഫോമൻസിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്തിട്ടില്ല. ഇത്രയും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വേറെ ഏതാണുള്ളത്? അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പലരും സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സ്റ്റോക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വാല്യുവേഷൻ റേഷ്യോ ആണ് PE മൾട്ടിപ്പിൾ അഥവാ പ്രൈസ് ടു ഏർണിംഗ്സ് മൾട്ടിപ്പിൾ. ഇവിടെയാണ് ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ നടത്തുന്നത് നല്ലതാണ്, പക്ഷേ അനലൈസ് ചെയ്യുമ്പോൾ ആളും തരവും ഒക്കെ നോക്കി വേണം അനലൈസ് ചെയ്യാൻ, അല്ലെ? അഥവാ കമ്പനിയുടെ ബിസിനസ് സെഗ്മെന്റും ഗ്രോത്ത് പൊട്ടൻഷ്യലും ഒക്കെ അറിഞ്ഞു വേണം റേഷ്യോസ് ഒക്കെ കണക്കാക്കാൻ. HULന്റെ PE മൾട്ടിപ്പിൾ ഏതാണ്ട് 70x ആണ്. നോർമലി ഒരു വാല്യുവേഷൻ ഒക്കെ റേഷ്യോ ഒക്കെ നോക്കുമ്പോൾ നോർമലി ഒരു 20 ബിലോ ഒക്കെ PE നിൽക്കുമ്പോഴാണ് ഏറ്റവും നല്ല വാല്യൂ സ്റ്റോക്സ് ആണ് എന്ന് പറയുന്നത്. ബട്ട് അങ്ങനെ HULന്റെ ഒക്കെ PE റേഷ്യോ 20 ബിലോ അല്ലെങ്കിൽ 25 ബിലോ അല്ലെങ്കിൽ 15 ബിലോ ഒക്കെ വരാൻ നോക്കിയാൽ നമുക്കാർക്കും ജീവിതകാലത്ത് ഈ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് സാധ്യതയില്ല. ഇവിടെയാണ് നമ്മൾ ഇൻഡസ്ട്രി ഏതാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. FMCG ഒരു ഹൈ ഗ്രോത്ത് ഉള്ള സെക്ടറാണ്. അതുപോലെ ഇന്ത്യ പോലുള്ള ഒരു എമർജിംഗ് എക്കോണമിയിൽ അടുത്ത 50 വർഷവും ഈ FMCG മേജേഴ്സിന്റെ ഒക്കെ തന്നെയും PE മൾട്ടിപ്പിൾ വളരെ ഹൈ തന്നെ ആയിരിക്കും. HULന്റെ പിയേഴ്സ് ആയിട്ടുള്ള കോൾഗേറ്റ്, അതുപോലെ തന്നെ പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിൾ, ബ്രിട്ടാനിയ, ജില്ലറ്റ്, ഇതിന്റെയൊക്കെ PE മൾട്ടിപ്പിൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം വളരെ ഹൈ ആണ്. ഇതൊന്നും താഴെ വരാനുള്ള സാധ്യതയേ ഇല്ല. ഇനി ഈവൻ മാർക്കറ്റ് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടായാൽ പോലും മാർക്കറ്റിനൊപ്പം കുറച്ചൊക്കെ കറക്റ്റ് ചെയ്താലും ഇതിന്റെ റിക്കവറി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം ഗ്രോത്ത് ഫോർകാസ്റ്റ് വളരെ ഹൈ ആണ്. ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിൽ 10ൽ 9 വീട്ടുകാരും HULന്റെ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്സ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റഡാറിലുള്ള കമ്പനികളുടെയൊക്കെ ആനുവൽ റിപ്പോർട്ട്സ് തീർച്ചയായിട്ടും വായിക്കുവാൻ ശ്രമിക്കുക. ധാരാളം ഇൻസൈറ്റ്സ് കിട്ടും. ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ ആണ് നിങ്ങളുടെയൊക്കെ ലക്ഷ്യമെങ്കിൽ ഇതുപോലുള്ള ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു, ഹൈലൈറ്റ് ചെയ്യുന്നു, HULന്റെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ഈ വീഡിയോ. ഇതൊരു അഡ്വൈസ് അല്ല, എൻഡോഴ്സ്മെന്റ് അല്ല. ഇതുപോലെ തന്നെ ഷെയർ ഹോൾഡർ വെൽത്ത് ക്രിയേറ്റ് ഉള്ള ധാരാളം കമ്പനീസ് ഇന്ത്യയിൽ വേറെയുമുണ്ട്. ഇതൊരു കേസ് സ്റ്റഡിയാണ്. എങ്ങനെ നല്ല കമ്പനികൾ ഷെയർ ഹോൾഡർ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നതിനുള്ള ഒരു നല്ല എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി NRIസിന് ഡയറക്റ്റ് ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലുള്ള റൂട്ട് PAS ആണ്. അതൊരു അല്പം കമ്പൽസം റൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു നോ ബ്രെയിനർ ആണ് മ്യൂച്വൽ ഫണ്ട്സ് ത്രൂ ഈ സ്റ്റോക്സിലൊക്കെ തന്നെയും എക്സ്പോഷർ എടുക്കാവുന്നതാണ്. ഇന്നത്തെ ഈ സെഗ്മെന്റ് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് കരുതുന്നു. താങ്ക് യു ഓൾ. Please like, share and subscribe.